ചുണ്ടയിലാണ് വന്നത്. ചുണ്ടപ്പള്ളി സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ചുണ്ടയിലേക്കാണ് പോകുന്നത്. 38 രൂപയാണ് ബസ് ചാർജ്. KSRTC ബസ്. ഇവിടെ ചുണ്ടപ്പള്ളി എത്താനായിട്ടോ. നല്ല തേയിലത്തോട്ടാണ് ഈ പ്രദേശത്തൊക്കെ. അത് കാണുന്നതാണ് ചുണ്ടപ്പള്ളി. ഇത് മോൾ വശമാണ്, തേയിലത്തോട്ടാണ്. ഈ വളവ് തിരിഞ്ഞെത്തുന്ന ചുണ്ടയാട്ടോ. ഈ ആദ്യത്തെ ബസ് സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങാം. അവിടെ നിന്ന് ഒരു 50 മീറ്ററേ ഉള്ളൂ ചുണ്ടപ്പള്ളിയിലേക്ക്. ഈ സൈഡിൽ തന്നെ കാണുന്ന തന്നെയാണ്. നമുക്ക് എന്തായാലും ഈ സ്റ്റോപ്പിൽ ഇറങ്ങാം. ഞാൻ ഈ ബസ്സിലാണ് ഇറങ്ങിയ കേട്ടോ. കോഴിക്കോട് TT ബത്തേരിയിൽ നിന്ന് ചുണ്ടയിലൊന്നിറങ്ങി. ചുണ്ട ബസ് സ്റ്റോപ്പ്. ചുണ്ട ടൗണാണ് കേട്ടോ. ചെറിയ ടൗണാണ്. അതായത് കാലിക്കറ്റ് റൂട്ടാണത്. ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. മൈസൂർ, ഊട്ടി, അവിടുന്ന് ബത്തേരി നിന്ന് വരുന്നത് ഇതിലാണ്. നമുക്ക് ഊട്ടിയിലേക്ക് പോകേണ്ട വഴി കേട്ടോ. മേപ്പാടി വഴി. കോഴിക്കോട് വൈത്തിരി ഗൂഡല്ലൂർ ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതാ കാണുന്ന ആ പള്ളിയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇത് ചുണ്ടപ്പള്ളി നടാ. ഇതാണ് ചുണ്ട ടൗണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആഷ്ലി. എൻ്റെ പുതിയവിടേക്ക് എല്ലാം സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ഇത് വയനാട് ചുണ്ടയിലൊരു പള്ളിയുണ്ട്. സെൻറ്റ് ജൂഡ് ഷെറിൻ ചർച്ചാട്ടോ. ഞാൻ അവിടുത്തെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും പള്ളിയുടെ ഉള്ളിൽ കയറി ഒന്ന് കണ്ടോക്കാം. ഇത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഞാൻ ചുണ്ടയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടേക്ക് 31 കിലോമീറ്ററാണ് ബത്തേരിയിൽ നിന്ന് ചുണ്ടയിലേക്ക്. 38 രൂപയാണ് KSRTC ബസ്സിലെ ടിക്കറ്റ് ചാർജ്. ഓക്കെ, നല്ല മനോഹരമായിട്ടുണ്ട്. പൂക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പള്ളീൻ്റെ മുറ്റത്ത് തന്നെയാണുള്ളത്. അത് ഹൈവേ ആണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കോഴിക്കോട് പോകുന്ന ഹൈവേ ആണത്. ഇതിൻ്റെ അപ്പുറത്ത് നല്ല തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മനോഹരമായ സ്ഥലമാണ്. ഇതിൻ്റെ പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതാണ് പള്ളി. പള്ളീൻ്റെ കോമ്പൗണ്ട് നോക്കുന്ന കാണാൻ മനോഹര സ്ഥലങ്ങളൊക്കെ. ഇത് ലാറ്റിൻ ചർച്ചാണ്. ഫ്രണ്ടിൽ തന്നെ ഒരു കുരിശുണ്ട്. വലിയൊരു കൊടിമരമുണ്ട്. ഇത് കാഴ്ച വെക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇത് കല്യാണത്തിനൊക്കെ ഉള്ള സമയത്ത് കല്യാണം നടക്കുന്നുണ്ട്. അപ്പം അവർ കൊണ്ടുവന്ന് വെക്കുന്നതാണത്. കല്യാണപ്പെണ്ണും ചെറുക്കനും അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാരെല്ലാം കൂടി ചേർന്ന് കാഴ്ച വെക്കുക എന്ന ചടങ്ങാൻ തോന്നുന്നു. എനിക്ക് എന്തായാലും ഇതിനെ ശരിയായ അറിയില്ല. അപ്പോൾ ആരെങ്കിലും അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ചടങ്ങ് എന്താണെന്ന്.
എന്റെ ശരീരമാകുന്നു. പള്ളിയുടെ കോമ്പൗണ്ട് തന്നെ സെൻറ്റ് ജൂഡ് പാരിഷ് സ്റ്റാളുണ്ട്. ഇവിടെ പ്രാർത്ഥന പുസ്തകങ്ങൾ, കൊന്ത, വെല്ലിങ്ങ, കാശുരൂപം, മെഴുകുതിരി, അങ്ങനത്തെ ക്രൈസ്തവ മതപരമായ എല്ലാ വസ്തുക്കളും ഇവിടെ മിതമായ നിരക്കിൽ കിട്ടും. ഫോട്ടോസ് ഉണ്ട്, ബുക്ക് ഉണ്ട്, ലോക്കറ്റുകളുണ്ട്, കീ ചെയിൻ, ഇതെല്ലാം സാധനങ്ങളും ഇവിടെ കിട്ടും. ഇതൊക്കെ കൊന്തയാണ്, പല രീതിയിലുള്ള കൊന്തകളുണ്ട്. ഇതൊരു മനോഹരമായ സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഇതൊക്കെ കെട്ടി വെച്ചിട്ട്, വേലിയെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്കിവിടെ ഫൗണ്ടനൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, ഇപ്പം ഇല്ല തോന്നുന്നു. മാതാവിൻ്റെ രൂപമുണ്ട് അവിടെ. പിന്നെ പാറകൾ കൊണ്ടുള്ള ഗുഹ രൂപത്തിലാണ് ഉണ്ടാക്കിയുള്ളത്. ഇവിടെ നേർച്ചയിടാനുള്ളതുണ്ട്, അതുപോലെ തന്നെ മെഴുകുതിരി കത്തിക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ മെഴുകുതിരി കത്തിക്കാം. മാതാവിൻ്റെ രൂപത്തിനുണ്ട്. 14 പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ അനുസരിക്കുന്ന കുറച്ച് ദൃശ്യങ്ങളുണ്ട് കേട്ടോ അവിടെ. ഇവിടെ അതിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആണ് ഈശോമിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോമിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോമിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോമിശിഹ 1-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ വഴിയിൽ വെച്ചുകൊണ്ട് മാതാവിനെ കാണുന്നു. ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോമിശിഹ 2-ാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹ ഓർഷം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിക്കുന്നു.
ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. മിശിഹായുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. പള്ളിയുടെ ഉൾവശമാണ്. ഇതൊക്കെ ഒരുപാട് പഴയ പുരോഹിതന്മാരാണ് ഇവിടെ ഉണ്ടായ. രൂപക്കൂടുണ്ട്. നേർച്ചയുണ്ട്. രൂപപ്പെടുന്ന മാതാവിൻ്റെ ജീസസിൻ്റെ ഒരു ഇതുണ്ട്. കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇവിടെ മെഴുകുതിരി കത്തിക്കാനുള്ള സ്ഥലമായിട്ടത്.
ഇവിടെ എല്ലാ വിഭാഗത്തിലെ മതവിശ്വാസികളും വരുന്നുണ്ട് കേട്ടോ. തിങ്കളാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന പ്രാർത്ഥനയുള്ളത്. തിരക്കുണ്ടാവും. എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ചുണ്ടേ പള്ളിയുടെ പ്രത്യേകതയാണത്. നമ്മുടെ അനുഗ്രഹം എന്നൊരു പള്ളിയാണത്. വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം, നല്ല സൗകര്യമുണ്ട്. ഇതൊരു മാരേജ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റിലേഷനുള്ള ആളാണ്. ഞാൻ മാരേജിനാണ് വന്നത്. അപ്പോഴാണ് ഈ പള്ളീനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും ഇവിടുന്ന് വീഡിയോസൊക്കെ എടുത്തത്. ഇന്നത്തെ ചുണ്ടപ്പള്ളിയുടെ വിശേഷമായിരുന്നു. അപ്പം പള്ളീൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ചുണ്ടപ്പള്ളിയുടെ വിശേഷമായിരുന്നു. ഇപ്പം ഒരുപാട് ആളുകൾ വരുന്നൊരു പള്ളിയാണ്. എല്ലാ വിശ്വാസികളും വരുന്നൊരു പള്ളിയാണത്. അപ്പോൾ എപ്പോഴും പറയുന്നതിന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.